ഞാൻ സംസാരിക്കുന്നത് ചത്ത പച്ച എന്ന ഫിലിമിന്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാനിന്ന് തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. കാരണം ഈ ഫിലിമിന്റെ കഥ തുടങ്ങുന്നത് കൊച്ചി ആസ്പദമാക്കിക്കൊണ്ട് കാട്ടാ ഗുസ്തിയിൽ നിന്ന് WWE വരുന്ന ആക്ഷൻ കോമഡി ഫിലിം. ഒരു ഫാമിലി ആയിട്ടോ അല്ലെ ഫ്രണ്ട്സോ ആയിട്ടോ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫിലിം ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം കണ്ട് നമ്മളെല്ലാ 90 കിഡ്സ് ആയിക്കോട്ടെ, അതുപോലെ എല്ലാവരും ഉണ്ടാവും. അതത്തെ ആ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫിലിം കഥ പറഞ്ഞു പോകുന്നത്. ഈ ഫിലിമിന്റെ കേന്ദ്ര കഥാപാത്രമായ ആ കുട്ടി ഇച്ചിരി കോമഡി ആയിട്ടും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഫിലിം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കടന്നു വരുന്ന സമയത്ത് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള വില്ലനായിട്ട് വന്നിരിക്കുന്ന വൈശാഖ് നായർ എന്ന വ്യക്തിയാണ് കേട്ടോ. ഈ വൈശാഖ് നായർ ഇന്ത്യൻ സിനിമക്ക് തന്നെ മുതൽക്കൂട്ടാകും എന്ന് തോന്നിയ ഒരു ഫിലിമാണിത്. കാരണം ഞാൻ ഈ ഫിലിം കാണുമ്പോൾ ഇദ്ദേഹത്തെ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫിലിം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴേക്ക് ഈ സ്ക്രീനിൽ മൊത്തം ഈ വൈശാഖ് നായരാണ്. കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയാ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഒരു പൂക്കി ലുക്ക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും എന്താ പറയാ സക്സസീവ് ആയ ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണോ അത് ആർക്കും തന്നെ ഒരു സജഷൻ ആയിട്ട് പറയാനില്ലാത്ത രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിലിം എന്താ പറയുക വൈശാഖ് നായരുടെ ഫിലിമാണെന്ന് വേണം നമ്മൾ പറയാൻ. എനിക്ക് തോന്നിയിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതുകൂടാതെ തന്നെ റോഷൻ മാത്യുയുടെ അവതരവും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സീനുകളായിക്കോട്ടെ, ഫിസിക് ആയിക്കോട്ടെ, ആ ഫിലിമിന് വേണ്ടിയിട്ട് എടുത്ത മറ്റ് പല കാര്യങ്ങളായിക്കോട്ടെ, അദ്ദേഹവും നന്നായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് അർജുൻ അശോകാണ് കേട്ടോ. അർജുൻ അശോകിന്റെ എന്താ പറയാ അഭിനയം നന്നായിട്ടുണ്ട്. ആക്ഷൻ സീനുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൂടി എന്താ പറയാ കുറച്ചും കൂടി ബോഡിയൊക്കെ കാണിച്ച് കുറച്ചും കൂടി എന്താ പറയാ മസ്കുലർ ആയിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് ആ ഫിലിം കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ മേ ബി എന്റെ അഭിപ്രായം മാത്രമായിരിക്കാം. പക്ഷെ എനിക്ക് അത്തരത്തിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫിലിമിന്റെ എന്താ പറയാ ലൊക്കേഷൻ വൈസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സീൻ ബൈ സീൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ടുണ്ട്. കാരണം ഒരു കൊച്ചി എന്താണോ, കൊച്ചിയിലെ ചില ഭാഗങ്ങൾ എന്താണോ അതിനൊക്കെ കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള കൂട്ടുകെട്ടുകൾ, ആ ലാംഗ്വേജ് അത്തരത്തിലെ പറഞ്ഞുകൊണ്ടാണ് കഥ പോകുന്നത്. അതുകൂടാതെ തന്നെ ഈ WWE ചില കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും കഥാപാത്രങ്ങളിൽ നിന്ന് എടുത്തിരുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവരുമായിട്ട് തുടങ്ങുന്ന ചെറിയ സംരംഭങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവർ സംസാരിച്ചു പോകുന്നത്, കഥയായിട്ട് പോകുന്നത്. ഈ ആ ഫിലിമിന്റെ ഈ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ആക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടായിരുന്നു. അവരെ കൂടെ നിന്ന് മറ്റുള്ള ആക്ടേഴ്സും, അതിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും നല്ലൊരു ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഈ ക്ലൈമാക്സിൽ നമ്മുടെ ഈ മമ്മൂക്ക വന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരു ആക്ടറെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം എന്താ പറയാ കോസ്റ്റ്യൂം ബേസ് ഇത്തിരി കൂടെ നന്നാക്കായിരുന്നു. അതുപോലെ തന്നെ ആ ഹെയർ സ്റ്റൈൽ ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു. മമ്മൂക്കയെ കാണാനാണ് ഞാൻ ഫിലിം കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയത് കേട്ടോ. അതുകൊണ്ട് ബാലൻസ് ഉള്ള എല്ലാ കഥാപാത്രങ്ങളിലേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മമ്മൂക്കയെ പ്രസന്റ് ചെയ്ത രീതി ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇദ്ദേഹത്തെ പോലത്തെ ഇത്രയും നല്ലൊരു പൊട്ടൻഷ്യൽ ഒരു ആക്ടറെ കൊണ്ടുവരുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് കാണിക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള ആക്ഷനെ കാണുമ്പോൾ ഒന്നും കൂടി ഒരു പടി മുന്നിലുള്ള മമ്മൂക്കയുടെ ആക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മേ ബി ചിലപ്പോൾ ഈ ഫിലിമിന്റെ ഒരു ശൈലി ഈ രീതിയിൽ പറഞ്ഞു പോകുന്നതായിരിക്കാം. കാരണം എനിക്ക് എന്തായാലും ഇച്ചിരി കൂടി ബെറ്റർ ആക്കായിരുന്നു മമ്മൂക്കയുടെ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ മമ്മൂക്കയെ കാണാനാണ് തിയേറ്ററിൽ പോയത്. ആ ടൈലൻഡിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് തിയേറ്ററിൽ പോയത്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈശാഖ് നായർ എന്നുള്ളതാണ് കേട്ടോ. അദ്ദേഹം നമുക്കൊരു വില്ലൻ കഥാപാത്രമായിട്ടും എന്താ പറയുക ഇന്ത്യൻ സിനിമക്ക് തന്നെ മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന എന്താ പറയുക ഹോളിവുഡ് സ്റ്റൈലാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഒക്കെ. എനിക്ക് തോന്നിയ കേട്ടോ പ്രസൻസ് ഒക്കെ അത്തരത്തിലാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ആ ഫിലിമിനെ മൊത്തമായിട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ റോഷൻ മാത്യു, മറ്റു സൈഡായിട്ട് ചില കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. സിദ്ദിഖ് സാധാരണ എപ്പോഴും കാണുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ്, പ്രത്യേകിച്ച് ഒന്നും കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 സീനുകൾ വരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു സ്റ്റോറിയെ മൂവി എന്നൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ അഭിനയിച്ച ആ കുട്ടി, റോഷൻ മാത്യു, അതുപോലെ തന്നെ വൈശാഖ് നായർ, അർജുൻ അശോക്, ഇവരിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാർ, ആ കൂട്ടുകാരായിട്ടാണ് ഈ കഥകൾ കടന്നു പോകുന്നത് കേട്ടോ. അതില് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, അവരുടെ പേരെനിക്ക് നന്നായിട്ട് അറിയില്ല. അവർ നന്നായിട്ട് തന്നെയാണ് ഈ സ്ക്രീനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ ബ്രദറൊക്കെ ആയിട്ട് അഭിനയിച്ചത്. പിന്നെ ഈ കുട്ടിക്കാലത്തെയും വളരെ നന്നായിട്ടാണ് കേട്ടോ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചോട്ടാ മുംബൈയുടെ റിലീസിങ് സമയം,
അവിടെ ഉണ്ടാകുന്ന കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടം വളരുന്നു. ആ കാലഘട്ടം നേരെ പോയി അവരെ കുറച്ചും കൂടി വലുതായുള്ള കാലഘട്ടത്തെ പറ്റി കാണിക്കുന്നു. പിന്നെ അവർ പുതിയൊരു അങ്ങനെ ഓരോരോ ആ കാലഘട്ടത്തിൽ ഈ WWE ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ആ ഫിലിമെ ചിരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് കാണിച്ചുകൊണ്ടും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. ഇതാണ് എനിക്ക് ഈ ഫിലിമിനെ പറ്റി പറയാനുള്ളത്. ഒരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടൊക്കെ പോയിട്ട് ഒരു ചില്ല് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിമായിരുന്നു. പിന്നെ ഞാൻ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, പൈസക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ മോശമാണ്, എന്താ പറയുക, നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ. കാരണം ഈ ഫിലിമിനെ ഇതിൻ്റെ കഥയെ ഉൾക്കൊണ്ടിട്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ എന്താ പറയുക, ചെമ്മീനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത്ര കഥാമൂല്യമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫിലിം എന്താ പറയുക, കഥയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കാണുക എന്നുള്ള ഉദ്ദേശത്തോട് പോകും. തിയേറ്റർ പോകുന്നു, ആഘോഷിക്കുന്നു, ഈ WWE കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ കുറെ ആക്ഷൻ സീൻസും പിന്നെ അതുപോലെ തന്നെ ഈ വൈശാഖ് നായരുടെ ആക്ടിങ്ങും ഒക്കെ കാണാമെന്നുള്ള ഉദ്ദേശത്തോടെ പോവുകയാണെങ്കിൽ ഈ ഫിലിം ഏറ്റവും നല്ല ഫിലിമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കാണുക. നമ്മൾ 150-200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് ഒരു രീതിയിൽ നഷ്ടമാകില്ല എന്ന് തോന്നുന്ന ഒരു ഫിലിമാണ് കേട്ടോ. ഈ ഫിലിമിനെ ഇതിന്റെ എന്താ പറയാ, ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു വേണം നിങ്ങൾ ഇത് കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫിലിം ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.